ചേച്ചി അത് കാണാനില്ലല്ലോ. നേരത്തെ വിളിച്ചപ്പോ അവിടെ നിന്ന് ഇറങ്ങിയെന്നാ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ വിളിച്ചിട്ട് കോള് കണക്കാണല്ലോ. റേഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ആയിരിക്കും. എന്തുവാ മോന്ത കടന്നല് കുത്തിയ പോലെ ഇരിക്കുന്നേ? അമ്മൂമ്മ, ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് വീട്ടില് ഗസ്റ്റ് വരുമ്പോഴത്തേക്കും മുഖം ഇങ്ങനെ കടന്നല് കുത്തിയ പോലെ ഇരിക്കരുതെന്ന്. ആ ഇനിയിപ്പൊ ബർത്ത്ഡേ ആഘോഷിക്കാത്തതിന്റെ പേരിലാണ് മുഖം വീർപ്പിച്ചിങ്ങനെ ഇരിക്കുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേ ഞാൻ വല്ല പൊതിച്ചോറോ അല്ലെങ്കിൽ വല്ല മിഠായിയോ ഐസ്ക്രീമോ മേടിച്ചു തരാം. പോരെ? ചിരിക്ക്. സുഖല്ലേ? നാളെ കണ്ടിട്ട്. അരുണേ, സുഖല്ലേ? ഓ, നീ ഒന്നും പറയണ്ട. നീ ഇവളെ മാത്രല്ലേ വിളിച്ചോളൂ, എന്നെ വിളിച്ചില്ലല്ലോ. ഓ, ഇനിയിപ്പൊ അതിന്റെ പേരും പറഞ്ഞ വഴക്കൊന്നും വേണ്ട. എന്തായാലും രണ്ടുപേരും എത്തിയല്ലോ, സന്തോഷം. ചേച്ചി ഞങ്ങളെയൊക്കെ പരിചയപ്പെടുത്തേച്ചി. പിന്നെ ഇല്ലാണ്ട്. അത് പാറു, എന്റെ ഏറ്റവും ഇളയ അനിയത്തിയ. ഹായ് പാറു. ഹലോ. ഇതാണ് എന്റെ അനിയൻ കേശു. ഹായ് കേശു. അത് കനക ആന്റി. ഹായ് ഹായ്. ഇതാണ് ഞങ്ങളുടെ അമ്മുമ്മ ചോണിറത്തല ഭവാനി. അമ്മൂമ്മ. നിങ്ങള് മഹാലക്ഷ്മി സീരിയലല്ലേ? അപ്പൊ അമ്മൂമ്മ ഞങ്ങളുടെ സീരിയലൊക്കെ കാണാറുണ്ടല്ലേ? അങ്ങനെയില്ല, വല്ലപ്പോഴും കാണാൻ കണ്ടാലായി. അങ്ങനൊന്നും അല്ല കേട്ടാ. മഹാലക്ഷ്മിയെ കണ്ണനെ അമ്മൂമ്മക്ക് ഭയങ്കര ഇഷ്ടമാ. കനയാന്റെ ഫോൺ എടുത്ത് കുത്തിയിരുന്ന് അങ്ങ് കാണുക. ചില സമയത്ത് കണ്ണ മഹാലക്ഷ്മി എന്ന് വിളിച്ച് കരയും. അങ്ങനെയൊന്നും അല്ല. അത് ഞാൻ സാക്ഷാൽ കണ്ണാ ഗുരുവായൂരപ്പ മഹാലക്ഷ്മി ദേവി എന്ന് വിളിച്ച് കരയുന്നതാ. കള്ളോ, പച്ച കള്ളോ. നിങ്ങളെ സീരിയലിൽ കാണുന്നേക്കാട്ടിലും ഭംഗി നിങ്ങളെ നേരിട്ട് കാണാനാ. പാറു ആൾക്കാരെ കയ്യിലെടുത്തു തുടങ്ങി. അതെന്താ ലച്ചു നീ അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾ നേരിട്ട് കാണാൻ ഭംഗിയില്ലേ? ഇല്ലേ? ഉണ്ട്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല, പാറു പറഞ്ഞത് കൊണ്ട് പറഞ്ഞതാ. എന്നാ പിന്നെ ചേച്ചിയുടെ യഥാർത്ഥ സ്വഭാവം ഞാൻ പറഞ്ഞുതരാം. പാറുന്ന് കരഞ്ഞോണ്ട് ഓടും. ഇവരിങ്ങനെ വന്ന കാലത്തിന് നിർത്തി അങ്ങനെ ചേട്ടാ പാട്ടോ നമുക്ക് അകത്തോട്ടിരിക്കാം. എന്നാ പറയാ, നമുക്ക് കനകാന്റിയുടെ സ്പെഷ്യൽ കോഫി അങ്ങ് കുടിക്കാം. ശരി. എന്നോട് കോഫിയെ പറ്റിയല്ലോ உங்களுக்கு தெரியுமா? പിന്നെ കനകാന്റിയുടെ കോഫിയെ പറ്റി ആർക്കാ അറിയാത്തെ? ഫേമസ് അല്ലേ? അയ്യോ അപ്പടിയാ. താങ്ക്സ്. അല്ല ലച്ചു, നീ അല്ലേ പറഞ്ഞ അമ്മൂമ്മ ഭയങ്കര വൈബാണെന്നൊക്കെ. പിന്നെന്താ അമ്മൂമ്മ ഇങ്ങനെ സാഡ് ആയിട്ട് നിൽക്കുന്നേ? ഇന്ന് അമ്മൂമ്മക്ക് ഇച്ചിരി സാഡ് ഉള്ള ദിവസമാ അല്ല അമ്മൂമ്മ? അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ലിച്ചു, നീ അമ്മൂമ്മ അമ്മൂമ്മ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഭയങ്കര പ്രായമുള്ള ആളാന്ന്. ഇത് ഭയങ്കര ചെറുപ്പാണല്ലോ. സത്യം പറഞ്ഞ നിന്റെ ചേച്ചിയാന്നേ പറയൂ. അമ്മൂമ്മ സന്തോഷിക്കൊന്നും വേണ്ട, അതിനെ കൈ നിട്ട് പറഞ്ഞതാ. അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അതെ ഇങ്ങോട്ട് എന്താ എങ്ങനെയാ നടക്ക്. ഇപ്പൊ ഈ കാണിക്കുന്ന സ്നേഹവും വിനയവും ഒന്നും കണ്ടേ വിലയിരുത്തണ്ട, കുറച്ച് കഴിയട്ടെ. അയ്യോ ചേട്ടാ കുഴപ്പമില്ല, ഷൂട്ടുണ്ട് കയറിയോ? ഷൂട്ടോണോ വീടിന്റെ അകത്ത് കയറുന്നേ? അതെ ശരിയാ. പെരുമാറ്റമൊന്നും
അതൊന്നും കുഴപ്പമില്ല. എന്നാലും വല്ല സെലിബ്രിറ്റികളെയൊക്കെ കണ്ടപ്പോഴത്തേന് അമ്മൂമ്മ അങ്ങ് മറന്നുപോയി. அம்மா என்னம்மா இங்க வந்து நிக்கிறீங்க? அங்க பாருங்க எவ்வளோ ஜோக்கெல்லாம் சொல்றாங்க. வாங்கம்மா. എനിക്കങ്ങ് വയ്യ, നീ അങ്ങ് പോയാ മതി ഇവരുടെ ജാടയൊക്കെ കാണാനായിട്ട്. அம்மா ஜாடியெல்லாம் இல்ல, ரொம்ப அருமையா பேசுறாங்க. வாங்க. ഞാൻ വരുന്നില്ല, നീ അങ്ങ് പോയാ മതി. என்னம்மா இது, நம்ம கெஸ்ட் தானே. ഓ, ഗസ്റ്റ് ആണോ? പിന്നെ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞിട്ട്? സെലിബ്രിറ്റി தான். എനിക്ക് വയ്യ അവരുടെ ജാടയൊന്നും കാണാൻ. എന്താണിത്? നിങ്ങളുടെ അടുക്കളയിൽ നിൽക്കണ, അങ്ങോട്ട് വാ. അങ്ങ് പോയാ മതി, ഞാൻ വരുന്നില്ല. டே நீ போடா, நாங்க ஒரு காஃபி எல்லாம் போட்டுட்டு அங்க கொண்டு தரேன். എന്തുവാ? കോഫിയും കൊണ്ട് തന്നെത്താൻ അങ്ങ് പോയാ മതി, ഞാനങ്ങും വരുന്നില്ല. അമ്മൂമ്മ വാ, അമ്മൂമ്മ അങ്ങോട്ട്. നല്ല ഇന്റീരിയർ അല്ലേ? ഇതാണ് നമ്മുടെ അടുക്കള. ഈ വീട്ടിലെ വലിയ വലിയ കാര്യങ്ങൾക്കൊക്കെ തീരുമാനം എടുക്കുന്നത് അടുക്കളയിൽ നിന്നാ. ഓ, ഇത് നല്ല അടിപൊളി അടുക്കളയാണല്ലോ. ഏതിതാ? ചേച്ചി ശരിക്കുള്ള അടുക്കള ഒന്നും കണ്ടിട്ടില്ല അല്ലേ? പാറുവേ, അതെ കനകാന്റിയും അമ്മൂമ്മയൊക്കെ നല്ല കുക്കാന്ന് ലച്ചു എപ്പോഴും പറയാറുണ്ട്. അയ്യോ ரொம்ப നന്ദി. ഓ, ഞങ്ങളൊക്കെ ചട്ടിക്കറി കേസാണേ. അതെന്താ അമ്മൂമ്മ ചട്ടിക്കറിക്ക് ഒരു കുറച്ചല്? എന്റെ വീട്ടിൽ ഇപ്പോഴും മിക്ക കറികളും വയ്ക്കുന്നത് മൺചട്ടിയിലാ. அப்படியா? கண்ணன் உங்க வீடு எங்க இருக்கு? കണ്ണന്റെ വീട് കമലേശ്വരത്താ. அது எங்க இருக்கு? കമലേശ്വരം എന്ന് പറഞ്ഞാലേ വീട്ടുപേരാ. ആന്റി, ഈ കണ്ണൻ എന്ന് പറയുന്നത് സീരിയലിലെ ക്യാരക്ടർ നെയിമാണ്. ശരിക്കുള്ള പേര് അരുൺ. அது எனக்கு தெரியும் லட்சு. அருண், உங்க வீடு எங்க? എന്റെ വീട് തൃശ്ശൂരാണ്, പക്ഷെ ഞാനിപ്പോ എറണാകുളത്ത് സെറ്റിൽഡാ. வீட்ல யாரெல்லாம் இருக்காங்க? വീട്ടിലെ വൈഫ്, 2 മക്കള്, വൈഫിന്റെ അമ്മ. வைஃப் எல்லாம் இருக்காங்களா? വൈഫ് എല്ലാം ഇല്ല, ഒരേ ഒരു വൈഫ്, 2 കുട്ടികള്. அதேதான் நானும் சொன்னேன். ஆனா உங்களை பார்த்தா வைஃப் குழந்தையெல்லாம் இருக்கிற மாதிரியே தெரியல. கல்யாணம் ஆகாத சின்ன பையனாட்ட தெரியுது. കേട്ടാ, ചിന്ന പയ്യൻ. ഇയാള് കാണുന്ന പോലെ നല്ല പ്രായമുണ്ട്. നയനാ ഇല്ലേ? ഇല്ല. ஐயோ மகாலட்சுமி. ஐயோ மகாலட்சுமி இல்ல, நயனா. நயனா, உங்க வீடு எங்க? ചെല്ല് പറ, തീരുമ്പോ വിളിക്കണേ. എന്താ ഇങ്ങനെ? എന്റെ ശരിക്കും വീട് വൈക്കം. ഞാനിപ്പോ താമസിക്കുന്നത് എറണാകുളം. ഞാന് ജോലി ചെയ്യുന്നത് കോഴിക്കോട്, ഷൂട്ട് നടക്കുന്നത് ട്രിവാൻഡ്രം. എപ്പടി? ഒരു വാട്ടി കൂടെ சொல்றீங்களா? എന്റെ ശരിക്കും വീട് വൈക്കം. ഞാൻ ഇപ്പൊ താമസിക്കുന്നത് എറണാകുളം. ഞാൻ ജോലി ചെയ്യുന്നത് കോഴിക്കോട്, ഷൂട്ട് നടക്കുന്നത് ട്രിവാൻഡ്രം. அப்படினா இந்த இடத்துல எல்லாம் நீங்க எப்படி இருப்பீங்க? எல்லாஇடத்தும் இருக்கேன் நான். எப்படின்னு தெரியல. அப்படினா நீங்க கும்பிடி மாதிரியா? കുമ്പിടി മാതിരി ഇല്ല, കുമ്പിടി ഏതാ? അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇല്ല. കേസു അടിക്കടി சொல்லுவான், இப்படி இருக்கிறவங்க எல்லாம் കുമ്പിടിன்னு. ഇല്ല കേസു? നേരാ, നിങ്ങള് കഴിച്ചിട്ടല്ലേ പോകത്തുള്ളൂ? അതെന്താ വെച്ചാ അങ്ങനെ ഒരു ചോദ്യം? വിളിച്ചു വരുത്തിട്ട് കഴിച്ചിട്ടേ പോകുന്നുള്ളൂന്നാ? ഞങ്ങള് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഞാൻ എന്തായാലും കഴിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നല്ല സൂപ്പർ ഫുഡ് ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ വല്ലതും വേണമെങ്കിൽ ഇപ്പൊ പറയാം. അതെന്തിനാ കേശു ഈ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നേ? ഞങ്ങൾ ഈ പുറത്തുനിന്ന് കഴിച്ച് മടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് എന്തായാലും വീട്ടിലുണ്ടാക്കുന്ന നല്ല അസല് ഭക്ഷണം മതി, അല്ലേ? അതെ. എന്നാ പിന്നെ പറഞ്ഞു, എന്താ വേണ്ടേ? പറഞ്ഞോ. നമുക്ക് നല്ല സദ്യ ഉണ്ടാക്കിയാലോ? നല്ല അടിപൊളി സദ്യ കഴിച്ചിട്ട് കുറേ നാളായി. എന്താ പറയുന്നത്? ഓ, செய்யலாமே. நாங்க சூப்பரான சத்யா சமைச்சு கொடுக்குறோம். நீங்க அங்க போய் ரெஸ்ட் எடுங்க. അതൊന്നും വേണ്ട, നമുക്ക് എല്ലാവർക്കും കൂടെ കുക്ക് ചെയ്യാം. എനിക്ക് കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതൊക്കെ എല്ലാ സിനിമാ താരങ്ങളും ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്നതാ. ആഹാ, എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു അടിപൊളി സദ്യ ഉണ്ടാക്കാം. അപ്പൊ എങ്ങനെയാ, തുടങ്ങാല്ലേ? ആ, 1-ാം മല കയറി പോവണ്ടേ, 2-ാം മല കയറി പോവണ്ടേ,